ഗൈസ്, അപ്പോൾ നമ്മൾ 550 രൂപയ്ക്ക് പെട്രോളും അടിച്ചിട്ട് നേരെ നമ്മളൊരു വഴിക്ക് പോവാണ്. ചെന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതൊക്കെ ഒരു സർപ്രൈസാണ് ഗൈസ്. അപ്പോൾ അല്ലേ നമുക്ക് പോകാം, എന്താ വഴി പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ യാത്രയിലാണ്. എങ്ങോട്ടാണെന്നല്ലേ? രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ചക്ക ഉണ്ടോ പറമ്പിൽ എന്ന് നോക്കി, പക്ഷേ ചക്ക പറമ്പിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നമ്മുടെ പ്ലാവിലൊന്നും ചക്കയില്ലേ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ പ്രാവശ്യം നമ്മുടെ പ്ലാവുകളിലൊന്നും ചക്ക ഉണ്ടായിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ നമ്മുടെ രാമപുരത്തുള്ള അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, അവിടെ ചക്കയുണ്ട്, നീ വരുവാണെങ്കിൽ കൊണ്ടുവരാം, അല്ല തന്നുവിടാം എന്ന് പറഞ്ഞു. നമ്മുടെ കോസ്മോസ് അണ്ണൻ ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂരിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് അൽജോയാണ്. അപ്പം രണ്ടുപേര് പോയി കഴിഞ്ഞാൽ നമുക്ക് ചക്ക വണ്ടിയിൽ വെച്ച് സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബൈക്ക് ആയതുകൊണ്ട് തന്നെ പുറകിലൊക്കെ വെച്ച് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പാടാണ്. ഒന്നാമത് നമ്മുടെ ഇടുക്കിയിലെ വളവുകളും തിരിവുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ ഇടുക്കിയൊക്കെ കഴിഞ്ഞ് പൈനാവൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല സൂപ്പർ വഴിയാണ്. ഇടുക്കിയുടെ ഈ വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ യാത്ര എപ്പോഴും ഒരു ഫീലാണ്. രാമപുരത്തെത്തുമ്പോൾ പ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ ഒന്ന് മാറും. കുറേ നാളായി പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയാണിത്. വഴിയിലുടനീളം നല്ല കാഴ്ചകളാണ്. ഈ ഒരു വഴി യാത്ര ചെയ്യുമ്പോഴാണ് 12 ഹെയർ പിൻ വളവുകളൊക്കെ ഇറങ്ങി നമ്മൾ തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. തുമ്പച്ചി കുരിശുമലയൊക്കെ എടുത്തു പറയേണ്ട ഒരു വ്യൂ പോയിൻ്റാണ്. ആ പള്ളിയുടെ പുറകുവശത്തൊക്കെ നല്ല വ്യൂ ആണ്. തൊടുപുഴ ഭാഗങ്ങളൊക്കെ നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മഞ്ഞൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ മഞ്ഞൊക്കെ ഇല്ലാത്തപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. മഞ്ഞുള്ളപ്പം വേറെ വ്യൂ ആയിരിക്കും. അപ്പോൾ മഞ്ഞുള്ള സമയത്തൊന്നും നമ്മളവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മളൊരു പ്രാവശ്യം നേരത്തെ അവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കുറച്ച് പുറകോട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും, തുമ്പച്ചി കുരിശുമല. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആദ്യം മുതലൊക്കെ ചാനൽ തുടങ്ങിയ കാലം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആ ഒരു വീഡിയോ അറിയാം, അവരൊക്കെ കണ്ടു കാണും. അപ്പോൾ കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. വളരെ മനോഹരമായ ഒരു ദേവാലയം, അതിന് ചുറ്റും നല്ല കാഴ്ചകളുമാണ്. പിന്നെ ഇവിടെ റോഡിന് നടുവിലൊരു കിണറുണ്ട്. അത് പ്രത്യേകിച്ചും ഒരു ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് റീലുകളിലൊക്കെ ആ ഒരു കിണർ വന്നിട്ടുണ്ട്. ഇതാണ് ആ കിണർ, റോഡിൻ്റെ കറക്റ്റ് നടുക്ക്, അതും ഒരു വളവത്ത്. കാണാനൊക്കെ വളരെ മനോഹരമായൊരു കിണറാണ്. ഇതിൻ്റെയൊക്കെ കഥയൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്തു നമ്മുടെ പാലായിൽ രാമപുരത്തെത്താൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇടുക്കിയൊക്കെ വിട്ട് കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. നമ്മുടെ യാത്രയിൽ വണ്ടിക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സൈഡ് ഒതുക്കിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താടാ? സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും കാഞ്ഞാറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു അടിപൊളി സ്ഥലമാണല്ലേ. പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് മാത്രമല്ല, നമുക്ക് റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് മുഖ്യം ബിഗിലേ പറഞ്ഞോ ഗൈസ്. അപ്പം നമ്മൾ നിർത്തിയെടുത്ത് നല്ല അടിപൊളി ഒരു റബ്ബറും തോട്ടം കണ്ടിട്ടുണ്ട്. ഈ റബ്ബറും തോട്ടത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും അതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ മുട്ടം എത്തിയിരിക്കുകയാണ്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഞങ്ങളോർത്ത് തിരിച്ചു വരുമ്പോൾ നല്ല മഴ പെയ്യുന്നു, പക്ഷേ തിരിച്ചു വരുന്നപ്പോൾ മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ചുമ്മാ എടുത്ത പോലെ ആയിപ്പോയി. കോട്ടൊന്നും ഉപയോഗിക്കേണ്ടതായേ വന്നില്ല. നല്ല ഗ്രാമഭംഗിയൊക്കെ അല്ലേ കാണുന്നത് ഗായ്സ്. ഒരു വയലാണെന്ന് തോന്നുന്നു. അതാണ്ട് നമ്മൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങ് മാറി കഴിയുമ്പോൾ ചിത്ര ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ അവിടെ നിന്നും നമ്മൾ ഇടത്തോട്ടുള്ള ഒരു ചെറിയ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക്
വീഡിയോ ഒന്നും അധികം പിടിക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജ് തീർന്നായിരുന്നു നമ്മുടെ ഐഫോണിൽ. പിന്നെ ചാർജൊക്കെ ആക്കിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഒരു പ്രാവശ്യം നമുക്കിവിടെ കർക്കിടക മാസത്തിന് ഇവിടുത്തെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ ഒരു ദിവസം വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇവിടെ കുറിഞ്ഞി എന്ന് പറയുന്നൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗരുഡൻ്റെ ശില്പം നമുക്ക് കാണാൻ പറ്റും. കാണാൻ വളരെ മനോഹരമായ ഒരു ശില്പമാണത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ രാമപുരം യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറക്കാതിരിക്കുക.